ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ഒരു സ്ത്രീ എന്ന നിലയിൽ ചേച്ചി സമൂഹത്തിൽ നിന്ന് ഏറ്റവും നേരിട്ട വെല്ലുവിളി എന്താണ്? രാവിലെ ജോലിക്ക് വരുമ്പോഴൊക്കെ ബസ്സിന് നല്ല തിക്കായിരിക്കും ഉണ്ടാവും. അപ്പം പുരുഷന്മാരുടെ ഇടയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവമാണ്. ഞാനൊരു പിന്നെടുത്തൊരു ബാക്കിൽ കുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവമാണ്. 6 കൊല്ലം മുമ്പ് രാവിലെ നേരത്തെ ജോലിക്ക് വരുമ്പോൾ ഇതൊക്കെ ചേച്ചിക്ക് ഭയം ഉണ്ടാക്കാറുണ്ടോ അങ്ങനത്തെ സംഭവങ്ങൾ? ഇപ്പോൾ ഒന്നും ഭയമൊന്നുമില്ല. ഫസ്റ്റിലൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒന്നിനും പേടിയില്ല. പേരെന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിമൻസ് ഡേ. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആവുക ഫിനാൻഷ്യലി. പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പാരൻസിന് എന്ന് പറയുന്നത്. ചേച്ചി ജോലി ചെയ്യുന്ന ആളല്ലേ ഇവിടെ? എത്ര കൊല്ലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 9 കൊല്ലമായിട്ട്. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ മറ്റ് സ്ത്രീകളെ പിന്തുണയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പെണ്ണുങ്ങളും കൂടി ജോലി ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും പിന്നെ ഭർത്താക്കന്മാരെ തന്നെ ആശ്രയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് പിന്നെ എല്ലാ ആവശ്യത്തിനും നമുക്ക് ആ വരുമാനം കിട്ടും. ചേച്ചിയുടെ പേരെന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിമൻസ് ഡേ. വിമൻസ് ഡേ ആയിട്ട് ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താ? എൻ്റെ ഒരു ഇതിൽ എല്ലാ വിമൻസും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം. മാരേജിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കരുത്. ഫസ്റ്റ് സ്വന്തമായിട്ടൊരു ജോബായിട്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ആയിരിക്കണം നമ്മൾ മാരേജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രിഫറൻസ് കൊടുത്ത് ഒരു 18-20 ആ ഒരു ഏജിൽ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് മാത്രം വീട്ടുകാർ പറയുന്നത് കേട്ട് നിൽക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകാവൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിമൻസ് ഡേ. ഒരു സ്ത്രീ ഇന്നത്തെ സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? അപ്പോൾ അതിന് ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്നാണ് അറിയേണ്ടത്. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ട. പിന്നെ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഇതിപ്പം ജോലിയാണ് അത്യാവശ്യം. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളതായ കാര്യങ്ങൾക്കും കുട്ടികളുടെ ആവശ്യത്തിനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേഗം ചെയ്യാം. അപ്പം നമുക്ക് അത്യാവശ്യമായിട്ടൊരു ജോലി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആരോടും ധൈര്യം 10 രൂപ ചോദിക്കുക. അതാണ് സ്ത്രീ ആയാലും ഇനിയിപ്പം നമുക്കൊരു ജോലി അത്യാവശ്യമാണ്. നമ്മൾ ആരെയും അടിമപ്പെട്ട് ജീവിക്കരുത് ഇന്നത്തെ കാലം. അതാണ്. ഇപ്പോൾ വിമൻസ് ഡേ ആയിട്ട് ചേച്ചിക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇനി പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത്? ഒരു സന്ദേശം അല്ലെങ്കിൽ സന്ദേശമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒരു ജോലി സമ്പാദിക്കുക. ഏറ്റവും വേണ്ട ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് വേണം വിവാഹത്തെപ്പറ്റി ചിന്തിക്കാനും പിന്നെ അവർക്ക് സ്വന്തമായിട്ട് എന്തൊരു കാര്യം ചെയ്യാനും ജോലി അത്യാവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയായി ജീവിക്കാൻ എളുപ്പമാണോ? ആണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഈ ചോദ്യം പോലും ഉണ്ടാവില്ലായിരുന്നു.